പ്രശാന്ത് ചേട്ടാ, സത്യസരണി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലെപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഖാദിയെയും നിമിഷ ഫാത്തിമ, ഇപ്പൊ നമ്മുടെ ജസ്നെ വരെ സത്യസരണിയിൽ കൊണ്ടുപോയി മതം മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യസരണി കണ്ടുകെട്ടി, അതിന്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി എന്നൊക്കെയുള്ള ഒരു വാർത്ത കേന്ദ്ര സർക്കാർ, അതായത് ED അതിൽ പൂർണ്ണ അന്വേഷണം, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വരെ അതിന്റെ ഒരു ഭാഗത്ത് പോലും പോകാൻ ഭയന്ന് അത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് സത്യസരണി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ED എത്തുന്നത്, ആ സത്യസരണിയുടെ പൊയ്മുഖങ്ങളെല്ലാം തുറന്നു കാട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ സത്യസരണി പൂട്ടിയാൽ നമ്മുടെ മതപരിവർത്തനം അവസാനിക്കുമോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേവലം ഒരു സത്യസരണി പൂട്ടിയത് കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തെ ഇത്തരം സെമറ്റിക് മതങ്ങൾ നടത്തുന്ന ഇത്തരം മതപരിവർത്തന പ്രക്രിയകൾ അല്ലെങ്കിൽ ആ പരിപാടികൾ അവസാനിക്കില്ല. അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് അവരുടെ കൂടപ്പുറപ്പാണ്. ഇവിടെ നമുക്ക് സത്യസരണിയിലേക്ക് വരാം. അത് സത്യത്തിൽ അതിനെ സത്യസരണി എന്നാണോ പറയേണ്ടത്, അസത്യസരണി എന്നല്ലേ പറയേണ്ടത്? കാരണം ആൾക്കാരെ ഇങ്ങനെ വഴിതെറ്റിച്ച് കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഒരാൾ എനിക്ക് ഇന്ന മതം ഇഷ്ടപ്പെട്ടു, ഞാൻ ആ മതം പിന്തുടരാൻ ആഗ്രഹിക്കുന്നു, ആ മതത്തിൽ ഞാൻ ചില മേന്മകൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് മതം മാറുന്ന ആൾക്കാരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ, അവരുടെ അറിവിൻ്റെ, അവരുടെ ബുദ്ധിയുടെ ഒക്കെ ഫലമാണത്. അത് ഒരാൾ സ്വമേധയാ പോകുന്നതിനകത്ത് എന്ത് പറയാനാണ്? അയാളുടെ ഇഷ്ടം, ഞാൻ ഏത് സിനിമ കാണണം, ഏത് ആഹാരം കഴിക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ ഇഷ്ടം. അതിന് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവിടെയാണ്, അതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഈ ബ്രെയിൻ വാഷ് ചെയ്ത് ഭയപ്പെടുത്തി, സ്വർഗം, നരകം, പിന്നെ നിങ്ങൾക്ക് ഭാവി ജീവിതം സുരക്ഷിതം, സുഖകരം, ആനന്ദകരം, പണം, സമ്പത്ത്, ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ഭയപ്പെടുത്തി ഒരു കൂട്ടരെ, ഒരാളിനെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ ഒക്കെ മതം മാറ്റുന്നത് തെറ്റാണ്. അതുപോലെ പ്രണയിച്ചു, ഇപ്പോൾ നമുക്ക് ആരെയും പ്രണയിക്കാം. പ്രണയിക്കുന്നത് നമ്മൾ വ്യക്തിയാണ്. ആ വ്യക്തിയിലെ ഗുണങ്ങൾ കണ്ട് അയാളുടെ പെരുമാറ്റം കണ്ടൊക്കെയാണ് പരസ്പരം ആണും പെണ്ണും പ്രണയിക്കുന്നത്. ആ പ്രണയിച്ച ഉടനെ പിന്നെ വലയിൽ വീണ് കഴിഞ്ഞാൽ ഉടനെ അത് നീ മതം മാറിയാലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് മതം മാറ്റുന്ന രീതി. മതം മാറ്റിയതിന് ശേഷം കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം. അതിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം രണ്ട് വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന രണ്ടുപേർ അവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഈ രണ്ട് വിശ്വാസങ്ങൾ ഒരേപോലെ കൊണ്ടുപോകാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഒരാൾ വന്നു കയറുന്നതാണ്. അപ്പോൾ ഈ ഒരാൾ മറ്റൊരു വിശ്വാസവും ആചാരങ്ങളും എല്ലാം ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ ശരിക്കും സ്വാഭാവികമായും ഏതിലേക്കെങ്കിലും മാറുക എന്ന്, അത് ഇപ്പോഴല്ല, പണ്ട് മുതൽക്കേ ഉള്ള ഒരു കാര്യമല്ലേ? ഏതെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക്. അതിനേക്കാൾ ഉപരി സമൂഹത്തെ ഭയന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന സമൂഹത്തിൽ ഇന്ന വിഭാഗത്തിൽ പെടുന്നു, ഇതിൽ നിന്ന് ഞാൻ ഇത്ര കാലം അനുഭവിച്ചൊരു സുരക്ഷയും സമാധാനവും ഒരു പിന്തുണയും ഒക്കെ ഉണ്ട്, ഇതിൻ്റെ ഒരു തണലുണ്ട്. ഈ തണൽ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് ഈ വരുന്ന പങ്കാളിയെ മതം മാറ്റുന്ന ഒരു ശീലം അതൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വ്യാപകമായിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു പ്രത്യേക അജണ്ട വെച്ച് അത് സംഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് സമൂഹം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം നിയമസഭയിൽ വന്ന കണക്കാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പറയുകയാണ്, ഇത്ര പേര് ഇവിടെ മതം മാറിയിട്ടുണ്ട്, ഏതാണ്ട് 5000-ഓളം ആൾക്കാരുടെ ലിസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഇന്ന മതത്തിലേക്ക് മാറിയിട്ടുണ്ട്, ഇന്ന മതത്തിൽ നിന്നും ഇന്ന മതങ്ങളിൽ നിന്നും ഇന്ന മതത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് നമ്മളത് വ്യക്തമായിട്ട് തന്നെ പറയാം. നമുക്കതിനകത്ത് ഈ പിന്നെ പേര് പറയാതെ ഈ ഒളിച്ചു കളിക്കുന്ന ഒരു ഇത് വേണ്ട. മുസ്ലിം മതവിഭാഗത്തിലേക്ക് ഇതര അമുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ചും മതം മാറ്റുന്നു. ഈ മതം മാറിയ കണക്ക് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിലൂടെ മതം മാറിയ പെൺകുട്ടികളുടെ കണക്കാണ് അതിൽ ഭൂരിഭാഗവും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ കണക്ക് വ്യക്തമായിട്ട് സഭയിൽ വന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതൊരു അന്ന് കിട്ടിയ വിവരങ്ങളാണ്. മാത്രമല്ല, PFIയുടെ കീഴിലാണ് ഈ സത്യസരണി പ്രവർത്തിച്ചിരുന്നത്. ഹവാല പണമിടപാട്, ഭീകര പ്രവർത്തനങ്ങൾ, ഈ മതം മാറ്റുന്നവർക്ക് ഇപ്പം ചേച്ചി എന്നെ മതം മാറ്റാനായിട്ട് അവിടെ കൊണ്ടുപോകുമെങ്കിൽ ചേച്ചിക്ക് ഇത്ര കോടി രൂപ തരും, എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റുക എന്നുള്ളതാ, എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ ആ മതത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്ര കോടിയാണ് ഓഫർ ചെയ്യുന്നത്. കോടികളൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ മതം മാറിയ കോടി കിട്ടും? ഇല്ല, മതം മാറിയ കോടി കിട്ടില്ല, കൊണ്ടുപോകാൻ മാറ്റിക്കണം.
അങ്ങനെയുള്ളവർക്ക് കോടികൾക്ക് അങ്ങനെ ഹവാല ഇടപാടുകൾ, അതായത് ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്ക് അകത്തു നിന്നും ഒരുപാട് പണങ്ങൾ ഇവർക്ക് ഒഴുകി വരുന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഈ പണം എവിടെ നിന്ന് വരുന്നു, ഭീകരപ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പൊ പ്രശാന്തൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സത്യസരണി എന്നാണ് പറയുന്നത്, പക്ഷെ സത്യസരണി അത്ര സത്യമല്ല. അസത്യങ്ങളുടെ ചാരിറ്റി, അതെ, അത് അങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മുടെ മുൻ ADGP ആയിരുന്ന സന്ധ്യ മാഡം അവിടെ പോയി അതിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയപ്പോൾ അവർക്ക് മീതെ, അതായത് ഇനി മേലാൽ അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ള തരത്തിൽ അവർക്ക് ഒരു ഓർഡർ കിട്ടുകയും പിന്നെ അതങ്ങ് അവസാനിക്കുകയും ചെയ്തു. ഈ ജസ്നയുടെ കാര്യം വന്നപ്പോൾ തന്നെ പല ഉദ്യോഗസ്ഥരും സത്യസരണിയുടെ ഗേറ്റിന് പുറത്ത് നിൽക്കാനേ അവർക്ക് അധികാരമുള്ളൂ, അതിനകത്തേക്ക് കയറാനുള്ള അധികാരം അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടി നോക്കിക്കൊണ്ടാണ് ഈ സത്യസരണിയെ വച്ച് വളർത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വലിയൊരു വോട്ട് ബാങ്കാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ എതിരെ എന്തെങ്കിലും അന്വേഷണം നടന്നാൽ ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ പ്രതിഷേധിക്കും, അവർ പ്രതികരിക്കും, അവർ നമുക്കെതിരായിട്ട് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കെതിരാകും എന്ന ചിന്ത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അത് തെറ്റാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം സമാധാനപരമായി ഈ നാട്ടിൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ പോലെ ക്രിസ്ത്യാനികളെ പോലെ മതമില്ലാത്തവരെ പോലെ തന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അവനവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. നമുക്ക് തന്നെ വളരെ നല്ല സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽക്കാരുണ്ടാവും. ഇതൊക്കെയുണ്ട് ഈ നാട്ടിൽ. അവരെത്രയോ കാലമായിട്ട് ഇവിടെ കഴിയുന്നു. നമ്മളെ പോലെ തന്നെ എന്ത് വ്യത്യാസമാണ് അതിനകത്തുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ രാഷ്ട്രീയക്കാർക്ക് ഇത് പൊതുവെ അവർക്ക് ഇങ്ങനെ പലതും, അതായത് സ്പർദ്ധകളുണ്ടാക്കി പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി, ഒരു വേർതിരിവുണ്ടാക്കി അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് ഈ രണ്ട് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ കുറുക്കൻ്റെ അതേ സ്വഭാവം നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയക്കാരും പിന്തുടരുന്നുണ്ട്. പിന്നിൽ വോട്ട് ബാങ്കാണ്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു യുക്തിവാദികൾ, നമ്മുടെ രവീന്ദ്രൻ സാറിനെ പോലെയുള്ളവർ. അതായത് സത്യം തൂക്കി നോക്കുമ്പോൾ, യാഥാർത്ഥ്യം തൂക്കി നോക്കുമ്പോൾ മതം ഒരു ഘടകമാകരുത് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. ഇവിടെ എന്തിനാ മതം അവിടെ ഘടകമാക്കുന്നത്? അത് അവന്റെ വ്യക്തിപരമായ ആവശ്യമാണ്. ഞാൻ ഈശ്വരൻ ദൈവത്തിൽ വിശ്വസിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് എന്റെ വ്യക്തിപരമായ, അവർ പൊതുവായി കോമണായി എല്ലാ മതത്തിനെയും ചേർത്ത് അപ്പോഴും അവരെ സംഖ്യയാക്കപ്പെടുകയാണ്. അതെ, അതെന്താന്ന് വെച്ചാൽ അത്തരം നരേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ശരിക്കും ഞാൻ മുസ്ലിം എന്ന് പറയുന്നില്ല, അതിനപ്പുറത്തേക്ക് ഒരു ഇടത് തീവ്രവാദ മനസ്സുള്ള ഒരു ഇടത് ഈ പറയുന്ന ഈ മുസ്ലിം ഭീകര പ്രവർത്തനം നടത്തുന്ന സ്ലീപ്പർ സെല്ലുകൾ, അങ്ങനെയാണ് പറയേണ്ടത്. അത് ഒരു സമൂഹത്തെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ആ സമൂഹത്തെ അവർ തെറ്റിദ്ധരിപ്പിച്ച് പല കാര്യങ്ങളും ആ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കി ചെയ്യിക്കുന്നുണ്ട്. അതിന് ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പലപ്പോഴും ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ സ്ലീപ്പർ സെല്ലുകളെ നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തൊന്നും പിടികൂടിയിട്ടുണ്ട്. പലരും കേരളത്തിൽ പോലും അങ്ങനത്തെ ആൾക്കാർ വന്ന് ഒളിച്ചു താമസിച്ച സംഭവങ്ങളൊക്കെ അറിയാം. നമ്മളത് വിശദീകരിക്കുന്നുണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനൊരു ഇതിൽ പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊരു ഭീകര സംഘടനയാണെന്ന് ഇപ്പോൾ സർക്കാർ തന്നെയാണ് പറയുന്നത്. നമ്മൾ ജനങ്ങൾ പറയുന്നതോ അല്ല. സർക്കാർ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കോടതി പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും സർക്കാർ ഒരു നീതികേട് കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോടതി ഇടപെട്ടേനെ. പക്ഷെ അങ്ങനെ കോടതി ഇടപെടാതെ അന്വേഷണം നടക്കട്ടെ, കൂടുതൽ വിവരങ്ങൾ വരട്ടെ, പ്രാഥമികമായി നിങ്ങൾക്കെതിരെ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാണ് കോടതി നിരോധനത്തെ റദ്ദാക്കാനോ മറ്റു ഒരു നടപടിക്കും നിൽക്കാതെ തുടരന്വേഷണത്തിന് സിമിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തുടരന്വേഷണത്തിന് വിട്ടിരിക്കുന്നത്. അത് അന്വേഷണം വരട്ടെ, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്തായാലും ഇത് ഒരുപാട് വൈകത്തൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് ഇപ്പോൾ ഏതാണ്ട് കുറച്ച് നാളായി ഇവരൊക്കെ ജയിലിൽ കിടക്കുന്നു. അവർ നിരവധി തവണ ജാമ്യാപേക്ഷയുമായിട്ട് പോയി, പക്ഷേ കോടതി ആ ജാമ്യമൊന്നും ചെയ്തില്ല. അതേസമയം മറ്റു പല കൊലപാതക കേസുകളിലും പെട്ട പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. അവർ ജാമ്യത്തിന് അർഹരാണെന്ന് കോടതിക്ക് തോന്നി, അതുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തു. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഭീകര സംഘടന തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. കാരണം സർക്കാർ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അകത്ത് പോയി അവരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ എടുത്തതല്ല. സർക്കാർ പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു ഭീകര സംഘടനയാണ്. അതുകൊണ്ടാണ് നിരോധനം വന്നത്. അത് കൃത്യമായിട്ടും
വിരൽ ചൂണ്ടുന്നത് ഇവർ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു സത്യസരണി പൂട്ടിയാൽ വേറെ പല സത്യസരണികൾ തുറക്കപ്പെടും. സർക്കാർ അതിൽ ജാഗ്രത കാണിക്കണം. അങ്ങേയറ്റത്ത് സൂക്ഷ്മതയോടുകൂടി നിരീക്ഷണം കൃത്യമായിട്ട് ഇവരുടെ മേലുണ്ടാകണം. ഇല്ലെങ്കിൽ നാട്ടിലെ സ്വൈര ജീവിതത്തിന് അത് ഭംഗം വരുത്തും. ഈ മതമാറ്റത്തെക്കുറിച്ച് ചേച്ചി പറഞ്ഞല്ലോ. അപ്പോൾ ഈ സത്യസരണി ഇപ്പോൾ പല രീതിയിലാണ് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഹവാല പണമിടപാടുകൾ ഉൾപ്പെടെ പല രീതിയിൽ. എന്ത് തോന്നുന്നു ഈ ഒരു സത്യസരണി പൂട്ടിയാൽ നമ്മുടെ ഈ ഒരു മതം മാറ്റത്തിലൂടെയാണ് ഇവർ പല കാര്യങ്ങളെയും ലക്ഷ്യം വെക്കുക. ഈ സിറിയയിലൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്, ഈ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവർക്ക് തിരിച്ചു വരാൻ കൂടി പിന്നെ കേന്ദ്ര സർക്കാരിന് അവരെ വിശ്വാസമില്ല, ഇന്ത്യക്കാരായിരുന്നിട്ട് കൂടി. അത്തരം വിഷയങ്ങൾ നമ്മളെ കൺമുൻപിൽ തന്നെയുണ്ട്, നിമിഷ ഫാത്തിമയുടെയൊക്കെ വിഷയങ്ങൾ. അപ്പോൾ എന്ത് തോന്നുന്നു ഇത്തരം സത്യസരണികളുടെ ഒരു ഭീകര മുഖമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത്? അപ്പോൾ അത്തരം സത്യസരണികൾ പൂട്ടിയാൽ ഇവിടുത്തെ മതപരിവർത്തനം ഇല്ലാതാകുമോ? ഇതിൽ ഇപ്പോൾ ഈ കേന്ദ്രം ഇങ്ങനെ സത്യസരണി പൂട്ടി എന്ന നടപടി, പക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആരോപണം എന്താണ്? BJP സർക്കാർ ഒരു വിഭാഗത്തോടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട് അവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് എന്ന രീതിയിലാണ്. അതായത് കേരള സ്റ്റോറി എന്നൊരു മൂവി വന്നപ്പോൾ പോലും അതിനെതിരെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ അത് യഥാർത്ഥത്തിൽ ആ വിഭാഗക്കാരെ കൂടി കാണിക്കേണ്ടതാണ്, കേരളത്തിലുള്ളവർ കാണേണ്ടതാണ്. അത് നടക്കാനുള്ള സാധ്യത ഇവിടെ കൺമുന്നിൽ തെളിവുകൾ വരെ ഉണ്ട്. ഓരോ അമ്മമാരുടെ കണ്ണീര് ആരും അവരെ രാഷ്ട്രീയപരമായി പ്രലോഭിപ്പിച്ച് പറഞ്ഞതല്ല, യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ പോലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോനില നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നൊന്ന്, ഈ മതവിഭാഗത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, ആ മതവിഭാഗത്തിലുള്ളവർ തന്നെ ഇത് തിരിച്ചറിയണം. അതായത് അവരെ തരം താഴ്ത്തുന്ന രീതിയിലല്ല ഇതൊന്നും ആരും ചെയ്യുന്നത്. അതിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് മതേതര രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരും ഒരു ഇന്ത്യക്കാരായി ജീവിക്കുക, ഒരു മത ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നതിലുപരി നമ്മുടെ ഒരു ദേശീയതയിലൂന്നിയ ഒരു ജീവിതം ഒരു ഇന്ത്യൻ പൗരനാണ് എന്ന ബോധത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. അതായത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്നത് എല്ലാ മതസ്ഥരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതെ അപ്പൊ അതിനെ ഉൾക്കൊണ്ട് ആ മഹത്തരമായ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിമാനത്തോടെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള മനോനില ഓരോരുത്തരും എത്തിക്കുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും.